ഇതാണ് ഇന്നത്തെ ആദ്യത്തെ പ്രോബ്ലം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,60,000, ITR 5 times, ക്ലോസിംഗ് സ്റ്റോക്ക് 5,000 മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്. കാൽക്കുലേറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ITR, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കും? അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ചൊരു ക്ലൂ തന്നിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 5,000 മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണ്. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്യാം. നമുക്ക് എന്ത് എഴുതാം? ITRൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വയ്ക്കുക. ITR is equal to CGS divided by average stock. അതിൽ ITR നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 5. അതെഴുതി ITRൻ്റെ പ്ലേസിൽ 5 is equal to CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട് 1,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആവറേജ് സ്റ്റോക്ക് അങ്ങോട്ട് പോവാം. ആ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 5 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ 5 ആയി. അപ്പോൾ എന്തായി? ആവറേജ് ഇസ് ഈക്വൽ ടു 1,60,000 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 32,000. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി? ആവറേജ് സ്റ്റോക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 32,000 ആണ് കണ്ടുപിടിച്ചു. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കിനെയും ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ച് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണ്. ഓക്കെ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്തായിരിക്കും? ആ എക്സിനോട് കൂടി 5,000 കൂട്ടിയാൽ മതി. അതായത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കും അറിയില്ല, ഓപ്പണിംഗ് സ്റ്റോക്കും അറിയില്ല. പക്ഷെ ആകെ തന്നിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണെന്ന് മാത്രം അറിയണം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എക്സ് പ്ലസ് 5,000 ആയിരിക്കും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിട്ട് എടുക്കുക? എക്സ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു എക്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 5,000 പ്ലസ് എക്സ്. അതിനേക്കാൾ 5,000 കൂടി കൂടുതലായിരിക്കും. 5,000 പ്ലസ് എക്സ്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര? 32,000 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. അതിൽ ആവറേജ് സ്റ്റോക്കിൻ്റെ അവിടെ നിന്ന് എഴുതാം 32,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എന്തായിട്ട് എടുത്തേക്കണത്? എക്സ് ആയിട്ട് എടുത്തേക്കണത്. എക്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിട്ട് എടുത്തേക്കണു? 5,000 പ്ലസ് എക്സ് ബൈ 2. അത് നമ്മൾ എടുത്തു. ഇനി എന്ത് ചെയ്യുക? ആ ബൈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 2 ആയി. അപ്പോൾ 32,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2x വരുന്നുണ്ട്. എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x ആണ്. അപ്പോൾ നമ്മൾ 2x പ്ലസ് 5,000 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? ആ 5,000നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. പ്ലസ് 5,000 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി. അപ്പോൾ എന്തായി? 32,000 ഇൻറ്റു 2 64,000 മൈനസ് പ്ലസ് 5,000 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 5,000 ആയി. ഇസ് ഈക്വൽ ടു 2x എന്ന് എടുത്ത് എഴുതി. then എന്ത് ചെയ്യുക? 64,000 മൈനസ് 5,000 എന്ന് പറയുന്നത് 59,000 ആണ്. പിന്നെ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇൻറ്റു 2 ഇങ്ങോട്ട് വന്നപ്പോൾ ബൈ 2y, ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെ നമുക്ക് എക്സ് എത്ര കിട്ടി? 29,500 കിട്ടി. ഓക്കെ. ഇങ്ങനെ മനസ്സിലായില്ലേ? അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്കറിയില്ല. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തായിരിക്കും? എക്സ് പ്ലസ് 5,000 ആയിരിക്കും. ഇനി നമ്മുടെ കയ്യിലുള്ളത് ആവറേജ് സ്റ്റോക്കാണ്. അപ്പോൾ ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എഴുതി. അതിൽ ആവറേജ് സ്റ്റോക്കിൻ്റെ പ്ലേസിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 32,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എക്സ് ആയിട്ട് എടുത്തേക്കുന്നു എക്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 5,000 പ്ലസ് എക്സ് ബൈ 2. ദെൻ ആ ബൈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 2y. അപ്പോൾ 32,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2x പ്ലസ് 5,000. 32,000 ഇൻറ്റു 2 എന്ന് പറയുന്നത് 64,000 ആണ്. ദെൻ ആ 5,000 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് 5,000 ഇസ് ഈക്വൽ ടു 2x. അപ്പോൾ എത്രയായി? 59,000 ആയി. ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ബൈ 2 ആയി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 59,000 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ നമുക്ക് എക്സ് എത്ര കിട്ടി? 29,500 കിട്ടി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 29,500 ആണ്. എക്സ് നമ്മൾ എന്തായിട്ട് എടുത്തേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 29,500 കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. എന്ത് പറഞ്ഞേക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5,000 പ്ലസ് എക്സ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഓപ്പണിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 5,000 പ്ലസ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 5,000 പ്ലസ് എക്സ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 29,500 കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 34,500 കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് 34,500
500 എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയും തരാം. ITR കാണാൻ ചിലപ്പോൾ ഇന്നലെ ചെയ്തോളം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ITR തന്നിട്ട് അതിൻ്റെ വേറെ ഏതെങ്കിലും ടേം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അതേ സെയിം പാറ്റേൺ, ഫിഗേഴ്സ് മാത്രം വ്യത്യാസം. CGS തന്നേക്കുന്നു 3,20,000. ദെൻ ITR 8 ടൈംസ് തന്നേക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്. കാൽക്കുലേറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് വ്യത്യാസമായിട്ട് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞേക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 10,000 കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നു. നേരത്തെ പോലെ നമുക്ക് ചെയ്യാം. ആദ്യം ITRൻ്റെ ഇക്വേഷൻ എഴുതാം. ITR is equal to CGS divided by average stock. ITR എത്ര തന്നിരിക്കുന്നത്? 8 is equal to CGS 3,20,000 divided by average stock. അപ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. ആവറേജ് സ്റ്റോക്ക് ഇങ്ങോട്ട് വന്നു, 8 അങ്ങോട്ട് പോയി. അപ്പോൾ 32,000 divided by 8, that is equal to 40,000. നമ്മളപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 40,000 ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഞാൻ നേരത്തെ പ്ലോതിൽ ചെയ്തോണം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു എക്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 10,000 കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ 10,000 പ്ലസ് എക്സ്. ആവറേജ് സ്റ്റോക്ക് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 40,000 എന്ന് കണ്ടുപിടിച്ചു. ദെൻ ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എഴുതി. ആവറേജ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. ആവറേജ് സ്റ്റോക്ക് 40,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ആ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 40,000 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2x ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എഴുതി 2x പ്ലസ് 10,000. 40,000 ഇൻറ്റു 2 എന്ന് പറയുന്നത് 80,000. ദെൻ ആ 10,000 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പ്ലസ് 10,000 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 10,000 ഇസ് ഈക്വൽ ടു 2x. 80,000 മൈനസ് 10 എന്ന് പറയുന്നത് 70,000 ആണ്. അവിടുത്തെ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ബൈ 2 ആയി. അപ്പോൾ 70,000 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 35,000. അപ്പോൾ എക്സ് എന്തായിട്ട് എടുത്തേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. എക്സ് നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചു? 35,000 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 35,000. അപ്പോൾ എക്സ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെ എടുത്തെഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 35,000. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എന്താ നമ്മൾ എഴുതിയേക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 10,000 കൂടുതൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000 പ്ലസ് എക്സ് എത്രയാണ്? 35,000. ദെർഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു 45,000. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 45,000 rupees ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ITR ആൻഡ് സ്റ്റോക്ക് വെലോസിറ്റി. അതിൽ നെറ്റ് സെയിൽസ് 8 lakh തന്നിട്ടുണ്ട്, പെർച്ചേസ് 5 lakh, വേജസ് 2 lakh, ഓപ്പണിംഗ് സ്റ്റോക്ക് 2 lakh, ക്ലോസിംഗ് സ്റ്റോക്ക് 2,40,000. നേരത്തെ പാറ്റേൺ അതേ ക്വസ്റ്റ്യൻ തന്നെ. അതിൽ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ പേര് മാറി വന്നൊന്നുമില്ല, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ITRൻ്റെ ഇക്വേഷൻ എഴുതാം. CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? CGS കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 2 lakh പ്ലസ് പെർച്ചേസ് 5 lakh പ്ലസ് വേജസ് എത്രയുണ്ട്? വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് എഴുതണം. 2 lakh മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 2,40,000. അപ്പം നമുക്ക് എത്ര കിട്ടും? 6,60,000 ആണ് നമുക്ക് CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ട് കിട്ടുക. അടുത്ത നമുക്ക് ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ 2 lakh പ്ലസ് 2,40,000 ഡിവൈഡഡ് ബൈ 2. അപ്പം നമുക്ക് എത്ര കിട്ടും? നമുക്ക് 2,20,000 നമുക്ക് ആൻസർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ITRൻ്റെ ഇക്വേഷനിൽ എഴുതാം. CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. CGS 6,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് 2,20,000. അപ്പം നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പോൾ ITR ടൈംസ് എന്ന് പറയുന്നത് 3 ടൈംസ് ആണ്. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വെലോസിറ്റി കാണാം. വെലോസിറ്റി കാണാൻ ഇക്വേഷൻ എഴുതി. 12 ഡിവൈഡഡ് ബൈ ITR ടൈംസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ ITR ടൈംസ് നമ്മൾ 3 കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു 4 months. അതായത് ITR ഡേയ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് 4 months ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. എളുപ്പമാണ്, ഐഡിയ ഒന്ന് കിട്ടിയാൽ മതി. ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക. അതുപോലെ CGSൻ്റെയും ആവറേജ് സ്റ്റോക്കിൻ്റെയും ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ITR സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ 5ാമത്തെ ടെക്നിക്ക് കഴിഞ്ഞു. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കായ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ കഴിഞ്ഞു. പ്രോബ്ലമുള്ള പോർഷനാണ്, അപ്പോൾ അതനുസരിച്ച് പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് 6th വൺ ഈസ് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ. അതായത് 6ാമത്തെ ടെക്നിക്കായിട്ട് നമുക്ക് പറയുന്നതാണ് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിനെന്താണെന്ന് വെച്ചാൽ ഇൻ ദിസ് ടെക്നിക്സ് ഇൻവെൻട്രി ഓഫ് ഹൈ വാല്യൂ ഐറ്റംസ് ആർ കൺട്രോൾഡ് ബിക്കോസ് ദേ ഗീവ് ഗ്രേറ്റസ്റ്റ് റിട്ടേൺ. പിന്നെ നമ്മൾ എന്താണെന്ന്
വെച്ചാൽ അതിൻ്റെ പേരെങ്ങനെയാണ് സെലക്റ്റീവ്. നമ്മൾ കുറച്ച് ഇൻവെൻട്രീനെ സെലക്ട് ചെയ്യുന്നു, അതിനെ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്ത് കൂടുതൽ ഒബ്സർവ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ. കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓൺലി ഓൺ സം സെർട്ടൈൻ സെലക്റ്റീവ് ഇൻവെൻട്രി. നമ്മൾ സെലക്ട് ചെയ്ത ഇൻവെൻട്രി മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതിനോട് പറയുന്നത് ഇൻ ദിസ് ടെക്നിക്സ് ദ ഇൻവെൻട്രി ഓഫ് ഹൈ വാല്യൂ ഐറ്റംസ് ആർ കൺട്രോൾ ബിക്കോസ് ദേ ഗിവ് ഗ്രേറ്റസ്റ്റ് റിട്ടേൺ. അതായത് അതിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഹൈ വാല്യൂ ഐറ്റമുള്ള മെറ്റീരിയലൊക്കെ ആവശ്യത്തിന് മാത്രം വാങ്ങാം. അത് അധികം ഓവർ സ്റ്റോക്കിങ് വന്നാൽ നമ്മൾ കുറേ എമൗണ്ട് വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൈ വാല്യൂ മെറ്റീരിയൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് നമ്മൾ ക്ലോസ് സൂപ്പർവിഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒപ്റ്റിമത്തിൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കോസ്റ്റ് കുറച്ച് റിട്ടേൺ കൂട്ടാനായിട്ട് പറ്റും. നോട്ട് മച്ച് കെയർ ഈസ് അസൈൻഡ് ഫോർ ദി ലോ വാല്യൂ ഐറ്റം ബിക്കോസ് ദ റിട്ടേൺ ആർ ലോ. അതുപോലെ ഹൈ വാല്യൂവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലോ വാല്യൂവിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട്. ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് വെച്ചാൽ അതിൽ അധികം മേടിച്ചാലും കുഴപ്പമില്ല, അതിന് ഇപ്പോൾ ഓവർ സ്റ്റോക്കിങ് വന്നാലും കുഴപ്പമില്ല, അതിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം, ഹൈ വാല്യൂ മെറ്റീരിയൽസിന് മാത്രം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൻ്റെ ലെവൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, ഒപ്റ്റിമത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ലോ വാല്യൂ കുറച്ച് ആവശ്യത്തിൽ കൂടുതൽ മേടിച്ചാലും നമുക്ക് അത്രയ്ക്ക് അങ്ങനെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നില്ല, വേസ്റ്റേജ് ഓഫ് മണിയും അധികം വരാത്തത് കൊണ്ട് തന്നെ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവണില്ല. അങ്ങനത്തെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ്. The control inventory control is exercised only on some selective inventory. Here high value materials give more importance and they should maintain at the optimum level. നമ്മൾ ഹൈ വാല്യൂ ഐറ്റം ഒരു യൂണിറ്റ് പോലും കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യില്ല, ആവശ്യത്തിലത് മാത്രമേ നമ്മൾ വാങ്ങുള്ളൂ. ലോ വാല്യൂവിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, അത് മേടിക്കും ഒരു തരി കൂടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, ദ വേരിയസ് ടെക്നിക്സ് ആർ, അതിൽ ഉപയോഗിക്കുന്ന വേരിയസ് ടെക്നിക്സ് പറയുന്നുണ്ട്. ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, സാപ്പ് അനാലിസിസ്, FSN അനാലിസിസ്, HML അനാലിസിസ്, SDE അനാലിസിസ്, SOS അനാലിസിസ്, ഗോൾഫ് അനാലിസിസ്, XYZ അനാലിസിസ്. അതായത് അത് ഓരോ വേർഡ് എക്സ്പാൻഷനാണ്. നിങ്ങൾക്ക് ആകെ അതിലത്തെ 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ABC അനാലിസിസും വെഡ് അനാലിസിസും മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം പഠിക്കേണ്ടതുള്ളൂ. മറ്റേതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇതൊക്കെയാണ് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൽ ABCയും വെഡും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത ടെക്നിക്കാണ് ABC അനാലിസിസ്. ABC അത് ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഓർ ആൽഫബറ്റിക് കൺട്രോൾ. അതാണ് ABCയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഓർ ആൽഫബറ്റിക് കൺട്രോൾ. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓൾ ദ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറി അക്കോർഡിംഗ് ടു വാല്യൂ. അവരുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ റോ മെറ്റീരിയലിൻ്റെയും വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ റോ മെറ്റീരിയലിനെയും 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഓൾ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറി അക്കോർഡിംഗ് ടു ദെയർ വാല്യൂ. അവരുടെ വില അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ് അനുസരിച്ച് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുള്ള എല്ലാ റോ മെറ്റീരിയലിനും നമ്മൾ കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C എന്ന 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ കാറ്റഗറി A ഇൻക്ലൂഡ് ഹൈ വാല്യൂ മെറ്റീരിയൽസ്. ഇത് നമ്മൾ കാറ്റഗറി Aയിൽ വെക്കേണ്ടത് എങ്ങനത്തെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റോക്കിലുള്ള ഏറ്റവും വില കൂടിയ സ്റ്റോക്കാണ് ഏതിൽ വെക്കേണ്ടത്, കാറ്റഗറി Aയിൽ വെക്കേണ്ടത്. ദെൻ ആൻഡ് നീഡ്സ് സ്ട്രിക്റ്റ് കൺട്രോൾ. അതിന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. കാരണം അത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളത് മേടിക്കുന്നത് വളരെയധികം കാശ് ചിലവാക്കിയിട്ടാണ്. അപ്പോൾ എത്രയാണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്ക് മാത്രം, കാറ്റഗറി Aയിലത്തെ സ്റ്റോക്ക് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാഷിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് കാറ്റഗറി A ഇൻക്ലൂഡ്സ് ഹൈ വാല്യൂ മെറ്റീരിയൽസ് ആൻഡ് നീഡ്സ് സ്ട്രിക്റ്റ് കൺട്രോൾ. നമ്മൾ എപ്പോഴും അത് വിജിലൻ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു യൂണിറ്റ് പോലെ നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, പക്ഷെ കുറയാനും പാടില്ല. കാരണം കുറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിലേ വരാനുള്ള സാധ്യത ഉണ്ട്. ദെൻ കാറ്റഗറി B ഇൻക്ലൂഡ്സ് മോഡറേറ്റ് വാല്യൂ മെറ്റീരിയൽസ് ആൻഡ് നീഡ് മോഡറേറ്റ് കൺട്രോൾ.
അതിനേക്കാൾ കാറ്റഗറി എനേക്കാൾ കാറ്റഗറി എയിലുള്ള മെറ്റീരിയലിനേക്കാൾ കുറച്ചും കൂടി കോസ്റ്റ് കുറവുള്ള മെറ്റീരിയലാണ് ഇതിൽ വേണ്ടത്, കാറ്റഗറി ബിയിൽ വേണ്ടത്. അതായത് മോഡറേറ്റ്, ഒരു ആവറേജ് വാല്യൂ വരുന്ന, വല്ലാണ്ട് ഹൈയും അല്ല വല്ലാണ്ട് ലോ അല്ലാത്ത റോ മെറ്റീരിയലൊക്കെ ഏത് കാറ്റഗറിയിലേക്ക് ഇടണം, കാറ്റഗറി ബിയിലേക്ക് ഇടണം. ആൻഡ് നീഡ്സ് മോഡറേറ്റ് കൺട്രോൾ. നേരത്തെ പറഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് കൺട്രോൾ വേണ്ട, എന്നാൽ വളരെ ലിബറൽ ആവും വേണ്ട, ഒരു ആവറേജ് കൺട്രോൾ നമ്മളെപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അധികം കൂടുതൽ ഓവർ സ്റ്റോക്കിങ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ കാറ്റഗറി സി ഇൻക്ലൂഡ് ലോവർ വാല്യൂ മെറ്റീരിയൽസ് ആൻഡ് നീഡ് ലെസ്സർ ഡിഗ്രി ഓഫ് കൺട്രോൾ. കാറ്റഗറി സിയിൽ നമ്മൾ വളരെ ചീപ്പായിട്ടുള്ള നമ്മുടെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലുള്ള ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയലാണ് ഏതിലേക്ക് കൊണ്ടുപോകേണ്ടത്, കാറ്റഗറി സിയിൽ കൊണ്ടുവരേണ്ടത്. അതിന് പിന്നെ അധികം കൺട്രോൾ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ അതിനധികം സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അത് ഇത്തിരി കൂടിയാലും നമുക്ക് വല്ലാണ്ട് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. കാരണം വളരെ ചീപ്പാണ്, വളരെ വില കുറവായിട്ടുള്ള മെറ്റീരിയലാണ് അതിൽ വരിക. അതിലിപ്പോൾ ഒരു 10 യൂണിറ്റോ 100 യൂണിറ്റോ കൂടിയാലും അധികം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ വരാത്തത് കൊണ്ട് അതിന് ലോ കൺട്രോൾ മതി, ലെസ്സർ കൺട്രോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഓരോ നമ്മുടെ റോ മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ABC അനാലിസിസ്. എന്നോട് ഞാൻ പറയാം. ഓൾ ദ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറി. കാറ്റഗറി എ ഇൻക്ലൂഡ് ഹൈ വാല്യൂ മെറ്റീരിയൽസ് ആൻഡ് നീഡ്സ് ഹൈ degree of control. Then second category B include moderate value materials and need moderate control. And category C include cheap material അല്ലെങ്കിൽ low value materials and need lesser degree of control. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ABC അനാലിസിസ്. It aims at concentrating efforts in those where attention is needed more. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാറ്റഗറി എ മെറ്റീരിയൽസാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിൽ വരുന്ന മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ലെവൽ വല്ലാണ്ട് കൂടാണ്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ നോക്കേണ്ട ഒരു അവസ്ഥ വരും. അതിൽ ഹൈ വാല്യൂ ഉണ്ടാവും, മോഡറേറ്റ് വാല്യൂ ഉണ്ടാവും, ലോ വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അധികം ഏതിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറി സി നമുക്ക് തീരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, നമുക്ക് അധികം ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ ശ്രദ്ധ കാറ്റഗറി എയിലേക്ക് കൊടുക്കുക, അതിനേക്കാൾ കുറവ് ശ്രദ്ധ കാറ്റഗറി ബിയിലേക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കൺട്രോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് ഇറ്റ് എയിംസ് അറ്റ് കോൺസെൻട്രേറ്റിംഗ് എഫേർട്സ് ഇൻ ദോസ് വേർ അറ്റൻഷൻ ഈസ് നീഡഡ് മോർ. ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ സിസ്റ്റം ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ നമ്മൾ കുറച്ച് ഒഴിവാക്കുകയാണ്. നമ്മൾ ഏതിനും മാക്സിമം ഒഴിവാക്കുന്നു. കാറ്റഗറി സെയിം നമ്മൾ ഒഴിവാക്കി മറ്റ് രണ്ടിനും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ സിസ്റ്റം ഓഫ് inventory management. In the its other names are proportional parts value analysis, demand and supply method, Pareto analysis and control by importance and exemption. അത് വേറെ പല പേരുകളിലൊക്കെ അറിയപ്പെടുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും ABC അനാലിസിസ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ഇൻവെൻട്രി ടെക്നിക്കായിട്ട് മാനേജ്മെൻറ്റ് ടെക്നിക്കായിട്ട് പറയുന്നത് ദാറ്റ് ഈസ് ABC അനാലിസിസ്. കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി. കാറ്റഗറി എയിലെ ഹൈ വാല്യൂ മോർ കൺട്രോൾ, കാറ്റഗറി ബിയിലെ മോഡറേറ്റ് വാല്യൂ മോഡറേറ്റ് കൺട്രോൾ, കാറ്റഗറി സിയിലെ ലോ വാല്യൂ ലെസർ ഡിഗ്രി ഓഫ് കൺട്രോൾ. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ABC അനാലിസിസ്. നമ്മൾ നേരത്തെ പഠിച്ച ആക്ടിവിറ്റി ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്ന് പറഞ്ഞ ആ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എൻഷുവർ ക്ലോസർ ആൻഡ് സ്ട്രിക്റ്റർ കൺട്രോൾ ഓവർ കോസ്റ്റ്ലി മെറ്റീരിയൽസ്. ഇങ്ങനെ നമ്മൾ ഓരോ കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണ് ഹൈ കോസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറ്റും. കാരണം അതിൽ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് ആവശ്യത്തിലുള്ള സ്റ്റോക്ക് മാത്രമേ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് അങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഷുവർ ക്ലോസർ ആൻഡ് സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ ദി കോസ്റ്റ്ലി മെറ്റീരിയൽസ്. ദെൻ ഹെൽപ്സ് ടു യൂസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ബെറ്റർ വേ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഉണ്ട്. അവിടെ നമ്മൾ കോസ്റ്റ്ലി മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന് ക്രോസ് ഒബ്സർവേഷൻ ഉണ്ട്. കഴിയുമ്പോൾ മാത്രമേ അത് വാങ്ങാനുള്ള ഓവർ സ്റ്റോക്കിംഗ് ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ.
ദെൻ റെഡ്യൂസ് ക്ലറിക്കൽ കോസ്റ്റ്, അതുപോലെ ക്ലറിക്കൽ കോസ്റ്റ് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കാണ്. അപ്പോൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കമ്പ്യൂട്ടേഷൻ കാൽക്കുലേഷനൊക്കെ ഓരോ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ കാറ്റഗറി എയിൽ എത്രയുണ്ട് ബാലൻസ്, ദെൻ കാറ്റഗറി ബിയിൽ എത്രയുണ്ട് ബാലൻസ്, കാറ്റഗറി സിയിൽ എത്രയുണ്ട് ബാലൻസ്, പെട്ടെന്ന് അവർക്ക് അക്കൗണ്ടിങ് കാൽക്കുലേഷനൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് ക്യാൻ ബി റെഗുലേറ്റഡ്. കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞോണം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോണം തന്നെ നമ്മൾ ഹൈ കോസ്റ്റ് മെറ്റീരിയൽസിനെ കൂടുതൽ കൺട്രോൾ ചെയ്ത് ലോ കോസ്റ്റിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവുക ഈ കാറ്റഗറി എയിലായിരിക്കും. അപ്പോൾ കാറ്റഗറി എയിൽ ഒരിക്കലും എന്തിൻ്റെ വരില്ല, ഓവർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. നമ്മൾ അനാവശ്യമായിട്ട് ആവശ്യത്തിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി എയിൽ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് ക്യാൻ ബി റെഗുലേറ്റഡ്, പ്രോപ്പറായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമ്മളിത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അതിലെന്താ പറഞ്ഞത്, നമ്മൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കാറ്റഗറി എയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ക്ലോസ് ഒബ്സർവേഷനാണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നാൾ കെട്ടിക്കെടുക്കാണ്ട് എത്രയും പെട്ടെന്ന് വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എപ്പോഴും ITR കൂടുന്നതാണ് കമ്പനിക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറി എ അധികം നാൾ കെട്ടിക്കെടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. ആസ് എ റിസൾട്ട് നമുക്ക് എന്ത് കൂടുന്നുണ്ട്, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈ കോസ്റ്റ് മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാകും. കൃത്യമായിട്ട് നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്ത് അതിന് എത്രയാണ് ആവശ്യമുള്ളത് ആ എമൗണ്ട് മാത്രമേ നമ്മൾ ആ എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽ മാത്രമേ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോളിലെ രണ്ടാമത്തതാണ് പറയുന്നത് വെഡ് അനാലിസിസ്, VED, വെഡ് അനാലിസിസ്. ദിസ് ഈസ് അപ്ലിക്കബിൾ ടു സ്പെയർ പാർട്സ്, ഓയിൽസ്, ലൂബ്രിക്കൻസ് എക്സെട്ര. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് വെഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഹിയർ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. V സ്റ്റാൻഡ്സ് ഫോർ വൈറ്റൽ, E സ്റ്റാൻഡ്സ് ഫോർ എസെൻഷ്യൽ ആൻഡ് D സ്റ്റാൻഡ്സ് ഫോർ ഡിസൈറബിൾ. അങ്ങനെയാണ് അതിന് വെഡ് എന്ന പേര് വന്നത്. V എന്ന് പറയുകയാണെങ്കിൽ വൈറ്റൽ, ദെൻ എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ, അപ്പോൾ ഓരോന്നിട്ട് നമുക്ക് നോക്കാം. വൈറ്റൽ പാർട്സ് പറയാൻ വെച്ചാൽ ദോസ് വിച്ച് ആർ വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷൻ. ഇഫ് ദീസ് ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇറ്റ് വിൽ ലീഡ് ടു ഇമ്മീഡിയറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ്. അതിനാണ് അപ്പോൾ ഏറ്റവും നമ്മുടെ പ്രൊഡക്ഷന്, കമ്പനിയിലത്തെ പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ റോ മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് വൈറ്റൽ പാർട്ട് എന്ന് പറയുന്നത്. ഇത് എങ്ങാനും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാൽ നമുക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കമ്പനിയിലത്തെ പ്രൊഡക്ഷൻ ചിലപ്പോൾ നിന്നെന്ന് വരാം. അതുപോലെ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് വൈറ്റൽ പാർട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദോസ് വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷൻ. ഇഫ് ദീസ് ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇറ്റ് വിൽ ലീഡ് ടു ഇമ്മീഡിയറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ്. അതില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷന് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയലിനെ നമ്മൾ ഏതിലേക്ക് ഇടും, വൈറ്റൽ പാർട്സിലേക്ക് ഇടും. Then second one is essential part. Those which are very important. Without this, production can be done for few hours or day. വൈറ്റലിൻ്റെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും അത് പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ ഒരു മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് നമുക്ക് പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോഴേക്ക് നമുക്ക് ഈ മെറ്റീരിയൽ കിട്ടിയിരിക്കണം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ പാർട്സ് എന്ന് വിളിക്കുന്നത്. നേരത്തെ എന്താണ്, അതില്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്ക് പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫിനെ ഏതിലിടണം, വൈറ്റൽ പാർട്സിലിടണം. എസെൻഷ്യൽ ആണെങ്കിൽ അത് പ്രൊഡക്ഷന് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അതില്ലാതെ തന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കും നമുക്ക് പ്രൊഡക്ഷൻ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കും അത് നമ്മൾ പേടിച്ചിരിക്കണം. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ പാർട്സ്. Next one is desirable parts, those which are required for production but factory can manage without them for some times. അതായത് അതും പ്രൊഡക്ഷന് ആവശ്യമുള്ള മെറ്റീരിയൽ തന്നെയാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ എസെൻഷ്യലിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞ മെറ്റീരിയലാണ് ഏതെന്ന് പറയുന്നത് ഡിസൈറബിൾ പാർട്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതില്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ആ മെറ്റീരിയൽ കിട്ടിയിരിക്കണം.
അപ്പോൾ ഇങ്ങനെ 3 ക്ലാസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ ഈ 3 ക്ലാസ്സിലേക്ക് ഏതിലേക്കും ഒന്ന് ക്ലാസിഫൈ ചെയ്യും. അതായത് പ്രൊഡക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ വൈറ്റൽ പാർട്സിലേക്ക് ഇടും, അതിനേക്കാൾ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞതിനെ എസെൻഷ്യലിലേക്ക് ഇടും, അതിനേക്കാൾ കുറച്ച് കുറഞ്ഞതിനെ നമ്മൾ ഡിസയറിലേക്ക് ഇടും. ഓക്കെ, അതിൽ ഗ്രേറ്റർ അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് ഓൺ വൈറ്റൽ പാർട്സ്. എന്നിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ എവിടെ കൊടുക്കേണ്ടത്? വൈറ്റൽ പാർട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം ആ മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമ്മുടെ ഗോഡൗണിലെ നമ്മുടെ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഏത് പാർട്സിന് കൊടുക്കണം? വൈറ്റൽ പാർട്സിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് വെറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഓയിൽ, ലൂബ്രിക്കൻസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിനാണ് ഈ മെത്തേഡ് സൂട്ടബിൾ ആവുക. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിലുള്ള മൊത്തം റോ മെറ്റീരിയലിന് എടുക്കുക, അതിന് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കണം. അതിൽ നമ്മുടെ റോ മെറ്റീരിയൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയലിനെ ഏതിലേക്കിടുക? വൈറ്റിലേക്ക് ഇടുക. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കുറഞ്ഞതിനെ എസെൻഷ്യലിലേക്ക് ഇടുക. അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞതിനെ ഇതിലേക്ക് ഇടുക, ഡിസൈറബിളിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം? വൈറ്റൽ പാർട്സിന് കൊടുക്കണം. കാരണം അതില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ അവിടെ നിൽക്കും, കമ്പനിയിൽ ഒരു ആക്ടിവിറ്റിയും നടക്കില്ല. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വൈറ്റൽ പാർട്സിന് കൊടുക്കുക. അത് ആവശ്യത്തിനില്ലേ, ഷോർട്ടേജ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് ഏതിന് കൊടുത്താൽ മതി? ഡിസൈറബിൾ പാർട്സിന് കൊടുത്താൽ മതി. താങ്ക് യു.